കഴിഞ്ഞ പടം ഒരു പുതുമുഖ സംവിധായകനാണ്, ഈ പടവും പുതുമുഖ സംവിധായകനാണ്, അടുത്ത പടവും ഒരു പുതുമുഖ സംവിധായകൻ. അപ്പം പുതിയ കാലങ്ങളിലേക്ക് പുതിയ കഥകൾ തേടിപ്പോകുന്ന ഒരു ദിലീപിന്റെ ഒരു ട്രേഡ് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ ആണോ? ഞാൻ ഈ പടങ്ങൾക്ക് മുമ്പ് ഇതിനു മുമ്പുള്ള സംവിധായകരുടെ കൂടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇയാൾക്ക് പുതിയ സംവിധായകരൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ വന്ന പുതിയ സംവിധായകരുടെ കൂടെ പോകാന്ന് വിചാരിച്ചാൽ അതും കുഴപ്പമെന്ന് പറയരുത് കേട്ടോ. ഇല്ല, ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകരുടെ കൂടെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നു തുടങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ ചെയ്തിട്ട് എത്രയോ സിനിമകളുണ്ട്. പുതിയ ആൾക്കാരുടെ കൂടെ ചെയ്തിട്ടുണ്ട്, പുതിയ നായികമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, പുതിയ സംവിധായകർ സുന്ദരദാസ് തുടങ്ങിയിട്ട് ഇങ്ങനെ അങ്ങനെ ഒരുപാട് പേരുടെ സിനിമയിൽ അഭിനയിച്ചു. ജോണി ആന്റണി ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ സിനിമ ജോണിയുടെ ഞാൻ നിർമ്മിച്ചാണ്. അന്ന് ജോണി പുതിയ ആളാണ്. അങ്ങനെ ഒരുപാട് പേരുടെ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുമ്പോൾ വിനീതിൻ്റെ ആദ്യത്തെ സിനിമയാണ്, അത് നിർമ്മിച്ചത് നമ്മൾ തന്നെ. അപ്പോൾ പുതിയതായാലും പഴയതായാലും കണ്ടന്റ് എന്ത് എന്നുള്ളതാണ് നമ്മളിലേക്ക് പുതിയ സിനിമ അല്ലെങ്കിൽ പുതിയ കണ്ടന്റ് ആര് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പഴയതായാലും പുതിയതായാലും. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോകുന്നത് കണ്ടന്റിനാണ് പ്രാധാന്യം. ആർട്ടിസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ സിനിമകൾ ഓടുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്ത് കണ്ടന്റ്. നിങ്ങൾക്ക് സിനിമ ഇഷ്ടാവുണ്ടോ, അതിലെ പ്രമേയം ഇഷ്ടാവുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇന്ന താരം വരുന്നോണ്ട് ഈ സിനിമ ഇത്ര ദിവസം ഓടും അങ്ങനെയൊന്നും പണ്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു ഗ്യാരണ്ടി പോലെ ഉണ്ടായിരുന്നു. ഇന്ന ആർട്ടിസ്റ്റിന്റെ സിനിമ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി എന്ന്. ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. സിനിമ മോശമാണ് എന്നൊരു ഫീൽ കിട്ടിയാൽ നോൺ ഷോയ്ക്കുള്ളിൽ അത് അറിഞ്ഞാൽ ആ രാത്രിക്കുള്ളിൽ ആ ഒറ്റ ദിവസത്തെ കളക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് ആ സിനിമ വിട്ടു. അപ്പൊ പ്രമേയത്തിനാണ് ഇപ്പോഴത്തെ വാല്യൂ കൊടുക്കുന്നത്. അത് ആരുടെ സിനിമയിലും പ്രമേയം നന്നായാൽ സിനിമ അത് ക്യാരി ചെയ്ത് സിനിമ എടുത്തുകൊണ്ട് ഓടുക എന്ന് പറയില്ലേ. അപ്പോൾ പുതിയ സംവിധായകര് നല്ല നല്ല സംഭവങ്ങളായിട്ട് വരട്ടെ. പഴയ സംവിധായകർ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവർ നല്ല സംഭവമായിട്ട് വന്നാൽ ഞാൻ അവരുടെ കൂടെ പോകും.